ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഈ പഴയ ജീൻസിനെ അപ്സൈക്കിൾ ചെയ്ത് ഒരു അടിപൊളി ഫ്രോക്കാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരുപോലെയുള്ള 2 ജീൻസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്കിതിൻ്റെ സ്കെച്ച് ഒന്ന് ചെയ്തെടുക്കാം. ചെസ്റ്റിൻ്റെ മുകൾ ഭാഗത്തും സ്ലീവിലും ഹക്കോബയുടെ ക്ലോത്താണ് കൊടുക്കുന്നത്. ബാക്കി ഭാഗം ഫുള്ള് ഈ ജീൻസിൻ്റെ തന്നെ ക്ലോത്ത് കൊടുത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ജീൻസിൻ്റെ ഈ ഒരു സൈഡ് ഒന്ന് അഴിച്ചെടുക്കാം. ഇതുപോലെയാണ് അഴിച്ചെടുത്തിട്ടുള്ളത്. മറ്റേ ആ ഒരു മാർക്ക് വരുന്ന ഭാഗം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 43 ഇഞ്ചസ് ആണ്. യോക്ക് പോർഷൻ മാറ്റിയിട്ട് സ്കേർട്ട് പോർഷൻ ഒരു 27 ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് കൂടെ സീം അലവൻസ് കൊടുത്ത് 28 ഇഞ്ചസിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി യോക്ക് പോർഷൻ കട്ട് ചെയ്യുന്നതിന് മുന്നേയിട്ട് നമുക്കിതൊന്ന് പേപ്പറിൽ മാർക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് പേപ്പർ ഞാൻ 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഷോൾഡർ ഒരു 7 ഇഞ്ചസ് കൊടുക്കുന്നുണ്ട്. ആം ഹോളും 7 ഇഞ്ചസ് കൊടുക്കുന്നുണ്ട്. 7 ഇഞ്ചസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബോട്ടനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെസ്റ്റ് റൗണ്ട് 12 ഇഞ്ചസ് മാർക്ക് ചെയ്യുന്നുണ്ട്. യോക്ക് പോർഷൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചസ് ആണ്. 2 ഇഞ്ചിൽ ജീൻസിൻ്റെ തന്നെ ബെൽറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതൊരു 12 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് സീം അലവൻസ് ഒരു 30 ഇഞ്ചസിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേസ്റ്റ് റൗണ്ട് ഒരു 11 ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് 5 ഇഞ്ചാണ് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് ഷോൾഡറിൽ സ്ലോപ്പ് വരച്ചു കൊടുക്കാം. അടുത്തത് ഷോൾഡറിൽ നിന്നൊരു 8 ഇഞ്ച് താഴേക്കായിട്ട് ചെസ്റ്റിൻ്റെ ഭാഗത്തൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ആ മുകൾ ഭാഗത്ത് ഞാനൊരു ഹക്കോബയുടെ ക്ലോത്താണ് യൂസ് ചെയ്യുന്നത്. താഴ്ഭാഗത്തായിട്ട് ആ 12 ഇഞ്ചിനെ ഡിവൈഡ് ചെയ്ത് 3 ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അതായത് 4 വെച്ച് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അവിടെ തന്നെ നമുക്ക് ജീൻസിൻ്റെ ക്ലോത്ത് യൂസ് ചെയ്യാം. ഇനി ഈ പേപ്പറിൽ കട്ട് ചെയ്ത ഭാഗങ്ങളെല്ലാം ക്ലോത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ജീൻസിൻ്റെ തന്നെ ഒരു എഫക്റ്റ് തോന്നാൻ വേണ്ടിയിട്ട് ഈ സൈഡിലൊക്കെ കൊടുത്തിട്ടുള്ള ഇങ്ങനെ കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് യോക്ക് പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അടുത്തത് സ്ലീവ് കട്ട് ചെയ്യാം. പഫ് സ്ലീവ് ആണ് ചെയ്യുന്നത്, അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്കർട്ട് പോർഷനാണ് ചെയ്യുന്നത്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേസ്റ്റ് റൗണ്ടും കൂടെ ഒന്ന് നോക്കിയിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. അടുത്ത് നമുക്ക് യോക്ക് പോർഷൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. യോക്ക് പോർഷൻ്റെ ഫ്രണ്ടിൽ മാത്രം ഇതുപോലെ ആ കട്ട് ചെയ്തിരിക്കുന്ന കട്ടിയുള്ള ഭാഗങ്ങളുണ്ടല്ലോ, അതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യാം. അടുത്ത നമുക്ക് സ്ലീവ് ചെയ്യാം. പഫ് സ്ലീവാണ് ചെയ്യുന്നത്. സ്ലീവിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഇഞ്ച് വീതിയിലൊരു പടിയും കൂടെ വെച്ച് കൊടുക്കുന്ന ടൈപ്പിലാണ് ഞാൻ സ്ലീവ് ചെയ്തെടുക്കുന്നത്. അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 5 ഇഞ്ച് വിഡ്ത്തിലും 3.5 ലെങ്തിലും ആണ് ബോട്ട് നെക്കിൻ്റെ അളവ്. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്ത ശേഷം ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ചൊന്ന് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തിരിച്ചിട്ട് ലൈനിങ്ങിൻ്റെ മുകളിലൂടെ ഒന്ന് അടിച്ച് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ലൈനിങ്ങും അറ്റാച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ടും ബാക്കും ഇങ്ങനെ ചെയ്തെടുത്ത ശേഷം സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ജീൻസിൻ്റെ ഭാഗം വെച്ചടിക്കാം. ബെൽറ്റ് ഭാഗം ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഫ്രണ്ട് യോക്കിലെ ജീൻസിൻ്റെ ഭാഗം ഇങ്ങനെ പുറത്തേക്ക് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ആ ഭാഗത്തെ ത്രെഡൊക്കെ ഒന്ന് ഇളക്കി കളയുമ്പോൾ അവിടെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത് നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവും വെച്ച് കൊടുക്കാം. ഷേപ്പും അടിച്ച ശേഷം യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് എൻ പോർഷൻ ഒന്ന് മടക്കി അടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫൈനൽ ലുക്ക്.